ഹലോ നമസ്കാരമുണ്ട്. നമ്മളിന്ന് കാണാൻ പോകുന്നത് ദുബായ് ഫ്രെയിമാണ് കേട്ടോ. ദുബായ് ഫ്രെയിം എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല ഹൈറ്റിലുള്ളൊരു വലിയൊരു ബിൽഡിങ്ങാണ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പം ഞങ്ങൾ താമസിച്ചത് ഷാർജയിലാണ്. അപ്പോൾ ഷാർജയിൽ നിന്ന് ദുബായ് ഫ്രെയിം കാണാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. റോഡുകളൊക്കെ പറഞ്ഞാൽ എന്താ പറയുക, അടിപൊളി റോഡുകളും നല്ല വലിയ റോഡുകളാണ്. ചില ഭാഗത്തൊക്കെ ഒരു സൈഡ് തന്നെ 6 വരി 7 വരി പാതയൊക്കെയാണ്. അപ്പോൾ അത്യാവശ്യം ഇതിപ്പോൾ ഒരു സെക്കൻഡ് സാറ്റർഡേ ആണ് തോന്നുന്നു പോകുന്നത്. അപ്പോൾ തിരക്കൊക്കെ ഇത്തിരി കുറവാണ് റോട്ടിൽ. അതുകൊണ്ട് തന്നെ നമുക്ക് സുഖമായിട്ട് പോകാം. അല്ലെങ്കിൽ ഭയങ്കര ട്രാഫിക് ബ്ലോക്കും കാര്യങ്ങളൊക്കെയാണ് ഈ റോട്ടിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞത് ഫ്രെയിമിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ്. നേരെ കാണുന്ന വലിയ ബിൽഡിങ്സ് നമുക്ക് കാണാൻ പറ്റും. ഇവിടുന്ന് ഇതാണ് നമ്മുടെ ദുബായ് ഫ്രെയിം. അതിലോട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത് കേട്ടോ. അപ്പോൾ അതിങ്ങനെ ചുറ്റി കറങ്ങിയൊക്കെ വരണം. ഇപ്പോൾ ഇവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്തതാണ്. ഇപ്പോൾ ഏതൊരു സ്ഥലമാണെങ്കിലും ഏതൊരു ടൂറിസ്റ്റ് സ്പോട്ടാണെങ്കിലും ഇഷ്ടംപോലെ പാർക്കിംഗ് എന്താ പറയുക സൗകര്യങ്ങളൊക്കെ അവർ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഈ കാണുന്നില്ല, നമ്മുടെ ഇവിടെ നാട്ടിലെ BSNL പോലെ ആണ് അവിടുത്തെ ഒരു മൊബൈൽ കമ്പനിയാണ്, എത്തിഹഡ് തോന്നുന്നു. അപ്പോൾ ആ മൊബൈൽ കമ്പനിയുടെ ബിൽഡിങ്ങാണ് ഈ കാണുന്നത്. അങ്ങനെ നമ്മളങ്ങനെ ഇവിടെ നിന്ന് അങ്ങനെ തിരിഞ്ഞ് നേരെ നമ്മുടെ ഫ്രെയിമിലോട്ടാണ് പോകുന്നത്. അങ്ങനെ അതേ ഫ്രെയിമിൻ്റെ അടുത്ത് വണ്ടി ഇങ്ങനെ പാർക്ക് ചെയ്തു. അങ്ങനെ മുമ്പോട്ട് നടക്കുകയാണ് ഫ്രെയിമിലോട്ട്. ഫ്രെയിമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് എന്താ പറയുക, ലോകത്തെ തന്നെ ഏറ്റവും വലിയൊരു ഫ്രെയിമാണ് കേട്ടോ. അപ്പോൾ ഈ ഫ്രെയിമിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 2 സൈഡ്, അതായത് ദുബായിയുടെ നമ്മുടെ പഴയ പ്രൗഢിയും നമുക്ക് കാണാൻ പറ്റും, പുതിയതായിട്ടുള്ള വലിയ ബിൽഡിങ്സും കാണാൻ പറ്റും ഒരു സൈഡിൽ. അപ്പോൾ ഇരുവശങ്ങളിലായിട്ടാണ് ഈ പഴയ ദുബായും പുതിയ ദുബായി ഇരിക്കുന്നത്. ദുബായ് ഫ്രെയിമിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ നമുക്കിതിൻ്റെ മേലേക്ക് പോകാൻ പറ്റും. അപ്പോൾ മേലേക്ക് പോകുമ്പോൾ അതിൻ്റെ മെയിൻ അഡ്വഞ്ചർ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ മേലെ കയറിയിട്ട് നടക്ക് നോക്കുമ്പോൾ കണ്ടില്ല, അത് ഗ്ലാസ് ബ്രിഡ്ജാണ്. ആ ഗ്ലാസ് ബ്രിഡ്ജിൽ കൂടെ നമുക്ക് താഴെ കാണാൻ പറ്റും. അത്യാവശ്യം നന്നായി പേടി വരുന്നുണ്ട് അതിൽ കൂടെ നോക്കുമ്പോൾ. അപ്പോൾ ഞങ്ങളങ്ങനെ ഇവിടെ എത്തി, ഫ്രെയിമിൻ്റെ താഴെ എത്തി. ടിക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത്യാവശ്യം നല്ല റേറ്റൊക്കെയാണ്. അപ്പോൾ ചേട്ടൻ ഓൾറെഡി ടിക്കറ്റൊക്കെ ഓൺലൈനിൽ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളങ്ങനെ ക്യൂ നിന്നു, അങ്ങനെ ടിക്കറ്റൊക്കെ വാങ്ങിച്ചു. ഒരു ഫ്ലൈറ്റ് പോകുന്നത് കാണാൻ പറ്റും. അങ്ങനെ ഇവിടെ ചെറിയ ഫൗണ്ടനൊക്കെ ഉണ്ട്. ഇത് രാത്രിയൊക്കെ കാണാൻ നല്ല രസമായിരിക്കും, ഭയങ്കര ലൈറ്റിങ്സ് ഒക്കെ ആയിരിക്കും. ഞങ്ങൾ ഏകദേശം ഉച്ച കഴിഞ്ഞ് വൈകുന്നേരത്തോടുകൂടെ നമ്മളവിടെ എത്തി. കുറച്ച് തിരക്കൊക്കെ കുറഞ്ഞ് കുറേ സ്ഥലങ്ങളിലൂടെ കാണാനുണ്ട്. അപ്പോൾ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് അകത്ത് കയറി. ഇത് ഏകദേശം സ്റ്റീലിൽ, അതായത് ഏകദേശം 2000 ടൺ സ്റ്റീൽ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ദുബായ് ഫ്രെയിം ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിൻ്റെ ഉയരം എന്ന് പറയുന്നത് ഏകദേശം 150 മീറ്ററും വീതി 93 മീറ്ററുമാണ് ഇതിൻ്റെ ഉള്ളത്. ഇത് കണ്ടില്ല, ഈ ടൈലോ അല്ലെങ്കിൽ ഈ ഗ്രാനൈറ്റിലോ അതിൻ്റെ ഇടയിലടക്കം ചെറിയ ലൈറ്റ്സൊക്കെ ഉണ്ട്. അവരുടെ ബിൽഡിംഗ് കൺസ്ട്രക്ഷനും ഓരോ കാര്യവും നമ്മൾ കണ്ടാൽ തന്നെ എന്താ പറയുക, കണ്ണ് തള്ളിപ്പോകും. അമ്മാതിരി ഓരോ ഇൻഫ്രാസ്ട്രക്ചറാണ് അവരുണ്ടാക്കി വെച്ചിരിക്കുന്നത്. എല്ലാം നല്ല അഡ്വാൻസ്ഡ് ആയിട്ട് അടിപൊളിയാക്കിയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഫ്രെയിമിൻ്റെ അകത്ത് നമ്മൾ ടിക്കറ്റ് എടുത്ത് അകത്ത് കയറി കഴിഞ്ഞാൽ നമുക്കവിടെ കാണാൻ പറ്റുന്നത് വെച്ചാൽ അവരുടെ പഴയകാല ഹിസ്റ്ററി മൊത്തം നമുക്കവിടെ കാണാൻ പറ്റും. പഴയ കാലത്തെ വീട്, ഉപയോഗിച്ചിരിക്കുന്ന പാത്രങ്ങൾ, അങ്ങനത്തെ എന്താ പറയുക, അങ്ങനത്തെ കുറേ പല സാധനങ്ങൾ നമുക്കവിടെ നിന്ന് കാണാൻ പറ്റും. അവരുടെ തുണികൾ, അവരുടെ വീടുകൾ എങ്ങനെയായിരുന്നു, അങ്ങനെ അതിനെക്കുറിച്ചുള്ള എന്താ പറയുക ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു സംഭവം നമുക്ക് ഈ ദുബായ് ഫ്രെയിമിൻ്റെ അകത്തോട്ട് കയറി കഴിഞ്ഞാൽ കുറച്ച് ഈ ഭാഗങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ നമ്മളതെല്ലാം കണ്ട് നമുക്ക് നേരെ ഒരു ലിഫ്റ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് അങ്ങനെ മേലേക്ക് പോകാം. ലിഫ്റ്റ് പോകുന്നതും വരുന്നതും താഴേക്ക് ഇറങ്ങുന്നതും നമ്മൾ അറിയില്ല കേട്ടോ. അത്രയും സ്മൂത്താണ്, അത്രയും ഫാസ്റ്റുമാണ്. നമ്മളങ്ങനെ പെട്ടെന്ന് നമുക്കങ്ങനെ പേടിയൊന്നും വരില്ല. അപ്പോൾ ഞങ്ങളങ്ങനെ മേലെ കയറിയത് നേരത്തെ കണ്ടതായിരുന്നു ഗ്ലാസ് ബ്രിഡ്ജ് പറഞ്ഞത്. നേരത്തെ താഴേക്ക് നോക്കുമ്പോൾ അത്യാവശ്യം എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. അപ്പോൾ ഹൈറ്റ്സൊക്കെ പേടിയുള്ളവർക്ക് എന്താ പറയുക, അത്യാവശ്യം പേടിയാവും. ഇതാണ് നമ്മുടെ ഒരു പഴയ ദുബായും, പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റിൽ പുതിയ ദുബായും, പുതിയ ബിൽഡിങ്സൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞില്ല, നടക്കൊരു ഗ്ലാസ് ബ്രിഡ്ജ്. ആ ഗ്ലാസ് ബ്രിഡ്ജ് നമുക്ക് നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാം കേട്ടോ. ഫോട്ടോയിലധികം മനസ്സിലാവില്ല, പക്ഷേ നമുക്ക് നേരിട്ട് ആ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ മേലെ കയറി നിൽക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ പേടിയൊന്നും മനസ്സിലേക്ക് വരിക. താഴേക്ക് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല പേടിയുണ്ട്.
അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഒരു വശം നോക്കുമ്പോൾ ദുബായ് പഴയ വീടുകളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. വേറൊരു വശത്ത് എന്ന് പറഞ്ഞാൽ പുതിയ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ദുബായ് എന്ന് പറഞ്ഞത് കണ്ടില്ലേ, വലിയ 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 ബിൽഡിങ്സും നമ്മുടെ ബുർജ് ഖലീഫ അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഈ ഫ്രെയിമിൻ്റെ ഓപ്പോസിറ്റ് ഓരോ 2 സൈഡ് വശങ്ങളായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുക. ഇതാ കാണുന്നതാണ് ബുർജ് ഖലീഫ കേട്ടോ. അപ്പോൾ കണ്ടില്ല, നമ്മളിത് സൂം ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഓരോരോ വലിയ ബിൽഡിങ്സ് കാണാൻ പറ്റും. കണ്ടില്ല, ഇൻഫ്രാസ്ട്രക്ചറൊന്നും ഒരു രക്ഷയില്ല, ഭയങ്കര അടിപൊളിയാണ് എന്തായാലും. ഈ ഫ്രെയിമിൻ്റെ പുറം എന്ന് പറയുന്നത് നമ്മുടെ ഗോൾഡൻ പ്ലേറ്റിംഗ് ആയിട്ടുള്ള സ്റ്റീലാണ് കേട്ടോ. അടിപൊളിയായിട്ട് അവർ അത് ഡിസൈൻ ചെയ്ത് നല്ല സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും എന്താ പറയുക, കാണേണ്ട ഒരു സംഭവം തന്നെയാണ്, ഭയങ്കര ഒരു മാജിക്കൽ ഒരു സംഭവമാണ്. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം കാണാം. ബൈ ബൈ.